ബി എൻ എക്സ്പേർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സലിൽ നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ എക്സലിനകത്ത് നമ്മൾ വിലങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസുകളെ നമുക്ക് എങ്ങനെയാണ് അത് വെർട്ടിക്കൽ ഫോമിലേക്ക് കൊണ്ടുവരിക. ആക്ച്വലി അതാണ് എക്സലിനകത്ത് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ എക്സൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സാധാരണയായിട്ട് എല്ലാവരും ഹെഡിങ്ങുകൾ എഴുതുക നേരെയായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ റോൾ നമ്പർ A1 എഴുതുന്നു, അതിനുശേഷം നെയിം B1 അതായത് നമ്മൾ ഹെഡിങ് എഴുതി പോകുന്നത് നേരെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ റോൾ നമ്പറും നെയിമും മാർക്ക് എന്നിങ്ങനെ 3 ഹെഡിങ്ങുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ റോൾ നമ്പർ ഞാൻ 1 എന്ന് ടൈപ്പ് ചെയ്തു, അതിനുശേഷം നമ്മൾ കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് ഈ ഡോട്ടിൻ്റെ മുകളിൽ വെച്ച് താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്തു. അങ്ങനെ 5 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. ആദ്യത്തെ പേര് ഞാനിവിടെ എഴുതാം, തനു. അടുത്തത് ശ്രിയ എന്നെഴുതി, അടുത്തത് ശശിത എന്നെഴുതി, അടുത്തത് രജീഷ് എന്ന് കൊടുത്തു, അടുത്തത് സുമേഷ് എന്ന് കൊടുക്കുന്നു. മാർക്ക് ഞാൻ ഇഷ്ടമുള്ള മാർക്ക് കൊടുക്കുന്നു, 25, 35, 60, 35, then 50. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് വെർട്ടിക്കൽ ഫോമിലേക്ക് മാറ്റണം. അതായത് ഈ ഹെഡിങ് ഇപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് താഴേക്ക് വരണം. ഇത്രേ ചെയ്യാനുള്ളൂ. ആദ്യം ഡീറ്റെയിൽസ് മുഴുവൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ഡീറ്റെയിൽസിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കീബോർഡിൽ Ctrl+A അടിച്ചാൽ മതി. കണ്ടോ, സെലക്ട് ചെയ്യപ്പെടും. ഇത് മുഴുവൻ മൗസ് ഉപയോഗിച്ച് മാനുവലായിട്ട് ഡ്രാഗ് ചെയ്യണമെന്നില്ല. ഓക്കെ, Ctrl+A യൂസ് ചെയ്തു, ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് കോപ്പി ചെയ്യാം. ഇവിടെ ഏറ്റവും മുകളിൽ കോപ്പി എന്നുള്ള ഓപ്ഷൻ കാണാം, ഇത് ക്ലിക്ക് ചെയ്യാം. അതും അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+C അമർത്തിയാൽ മതി. അതും അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+Insert അമർത്തിയാലും മതി. ഓക്കെ, കോപ്പി ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഡീറ്റെയിൽസ് മുഴുവൻ സെലക്ട് ചെയ്തു, കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ പുതിയൊരു ഷീറ്റ് എടുക്കുന്നു. ഇവിടെ പുതിയൊരു ഷീറ്റിൽ നമ്മൾ ഇത് പേസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ ഇത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ് 1 എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയായിരിക്കും പേസ്റ്റ് ആവുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്, ഇത് വിലങ്ങനെ എഴുതിയിരിക്കുന്ന ഹെഡിങ് കുത്തനെയായി പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഹോമിനകത്ത് പേസ്റ്റിനകത്ത് ഇവിടെ പേസ്റ്റ് സ്പെഷ്യൽ എന്ന് കാണാം, ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വന്നിരിക്കുന്ന പേസ്റ്റ് സ്പെഷ്യൽ ബോക്സിൽ ഏറ്റവും താഴെ നമുക്ക് ട്രാൻസ്പോസ് എന്ന് കാണാം, ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ അടിക്കുക. കണ്ടില്ലേ, ഡീറ്റെയിൽസ് അത് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ വിലങ്ങനെ എഴുതിയിരിക്കുന്ന ഹെഡിങ് ഇവിടെ എത്തിയപ്പോൾ കുത്തനെയായി മാറി. കണ്ടോ, ഇപ്പോൾ ഓരോ ആളുകളുടെ ഡീറ്റെയിൽസും ഇങ്ങനെ താഴേക്കായിരിക്കും എഴുതി വന്നിട്ടുണ്ടാവുക. ഇത് തനുവിൻ്റെ ഡീറ്റെയിൽസ്, ഇത് ശ്രീയുടെ ഡീറ്റെയിൽസ്, ഇത് ശശിതയുടെ ഡീറ്റെയിൽസ്, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ആക്ച്വലി എക്സലിനകത്ത് ട്രാൻസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പോൾ ഇതേ രീതിയിൽ എഴുതിയിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് ഷീറ്റ് 2 പറഞ്ഞിരിക്കുന്ന പോലെ എങ്ങനെയും ട്രാൻസ്പോസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ടൈപ്പ് ചെയ്തതെങ്കിൽ ഇതിനെ നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് ട്രാൻസ്പോസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.